ഒരു സാധാരണ പെൺതേനീച്ചയെ റാണിയാക്കി മാറ്റുന്ന ഭക്ഷണമാണ് ഇത്. എപ്പോഴും ഡാൻസ് ചെയ്യുമ്പം സൂര്യനിലേക്ക് അഭിമുഖമായിട്ട് നിൽക്കും പൂക്കൾ. കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങൾ ജോജി ലോകത്തെ രണ്ടാമത്തെയും ഹണി മ്യൂസിയമാണ്. കാരണം തേനീച്ചകൾ ഞാനിപ്പോൾ നിൽക്കുന്ന വയനാട് ജില്ലയിലെ ഹണി മ്യൂസിയത്തിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ തന്നെ പോയി കാണാം. പോകാം വീഡിയോയിലോട്ട്. ചെന്ന് കയറുമ്പോൾ ഒരു തേനീച്ചക്കൂട് പോലെ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത പല വെറൈറ്റിയിലുള്ള തേനീച്ചകൾ അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ അകത്ത് പോയി തന്നെ കാണാം. സൈഡിലായിട്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ചെറിയ തേനീച്ചകളെ ഇവിടെ ഒരു രൂപമായിട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാര്യം വയനാട്ടിൽ ഇങ്ങനൊരു മ്യൂസിയം ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. വയനാട് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്ത് പോയി മ്യൂസിയത്തിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത് 30-40 ആ റേഞ്ചിലെ ടിക്കറ്റ് നിരക്ക് വരുന്നത്. അപ്പം ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. അതൊരു വലിയൊരു ആശ്വാസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു മ്യൂസിയത്തിൽ ഉറപ്പായിട്ട് അവർ ചാർജ് ചെയ്യേണ്ടതാണ്. എന്തായാലും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് തേനിൻ്റെ ഏകദേശം 10-70 വെറൈറ്റി തേനിൻ്റെ കളക്ഷൻസ് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് അകത്ത് കയറി തന്നെ കാണാം. അവർ വളരെ ഹൈജീനിക്കായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പല വെറൈറ്റിയിലും. അപ്പോൾ തേനിനെക്കുറിച്ച് അടുത്തറിയാൻ നമുക്ക് അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് തന്നെ വിളിക്കാം. പുള്ളിക്കാരൻ ഡീറ്റെയിലായിട്ട് എല്ലാ കാര്യം തേൻ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുന്ന സ്ഥലമാണ്. നമ്മൾ ബി ക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. നമ്മളുടെ ബി ക്രാഫ്റ്റിൻ്റെ ഹണി മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഹണി മ്യൂസിയമാണത്. അതുപോലെ ലോകത്തെ രണ്ടാമത്തെയും ഹണി മ്യൂസിയമാണ്. അതുപോലെ നമ്മൾ തേൻ കളക്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ഓൾ ഇന്ത്യ കളക്ഷനാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ്. എല്ലാം റോഹണിയായിട്ടാണ് കളക്ട് ചെയ്യുക. എല്ലാം അതാത് പൂക്കളിൽ നിന്ന് അതാത് പാടങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. എല്ലാ തേനുകളും വ്യത്യസ്തമായിരിക്കും. എല്ലാ തേനുകളുടെയും കളർ വ്യത്യസ്തമായിരിക്കും, രുചികൾ വ്യത്യസ്തമായിരിക്കും, ഗുണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റോഹണിയായിട്ട് കളക്ട് ചെയ്യും. ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇതിനെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് റിമൂവ് ചെയ്യും. ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ ബോയിലിങ്ങേ പറ്റുള്ളൂ, ഡയറക്റ്റ് ബോയിലിംഗ് പറ്റില്ല. അങ്ങനെ ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തുള്ള മെഴുകടക്കമുള്ള ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ തേൻ്റെ ജലാംശം മോയ്സ്ചർ കണ്ടന്റ് ടെസ്റ്റ് ചെയ്ത് നോക്കും. 20% ബിലോ ആണെങ്കിൽ മാത്രമേ നമ്മളെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഈ 20% മേലെ ജലാംശമുള്ള തേൻ നമുക്ക് പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് നമ്മൾ ആ ജലാംശവും കൂടെ 20ൻ്റെ താഴേക്ക് കൊണ്ടുവന്നിട്ടാണ് ഔട്ടെടുക്കുക. അങ്ങനെയുള്ള തേന് നമുക്ക് ഒരിക്കലും എക്സ്പയർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് ആയിരക്കണക്കിന് വർഷവും വെക്കാം, കേടാവില്ല. എല്ലാ പൂക്കളൊന്നും അതാത് പൂക്കൾ പൂക്കുന്ന സമയത്ത് ആ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൂക്കളിൽ നിന്നുള്ള തേൻ മാത്രം. എങ്ങനെ ഇവിടെ ഇപ്പോൾ നമുക്ക് 7ഓളം വെറൈറ്റി ഹണികൾ അവൈലബിൾ ആണ്. വർഷത്തിൽ നമ്മൾ 21ഓളം വെറൈറ്റി ഹണികൾ കളക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ തേനുകളും ഗുണങ്ങളും ടേസ്റ്റും കളറൊക്കെ വ്യത്യസ്തമായിരിക്കുന്നതാണ്. ഇത് നമ്മൾ എല്ലാ തേനുകൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവും, ബേസിക്കലായിട്ടുള്ള ഗുണങ്ങൾ വേറെ ഉണ്ടാവും. ബേസിക്കൽ ഗുണങ്ങൾ എല്ലാ തേനുകൾക്കും ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള കിട്ടുന്ന പൂക്കൾക്കൊക്കെ അനുസരിച്ച് ആ ഒരു ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷാജി ഇവിടെ വന്നോ? ഇത് നമ്മൾ ഹണി പ്രോസസ്സിംഗ് പ്ലാന്റ് ആണ്. തേൻ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്ന സ്ഥലമാണ്. ശുദ്ധീകരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നേരെ പാക്കിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യാം. ശരിക്കും ലോകത്തെ രണ്ടാമത്തെയും ഹണി മ്യൂസിയമാണ്. നമ്മൾ ഇവിടെ തേനീച്ചകളെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇതാണ് അവരുടെ ഒരു ലൈഫ് സൈക്കിളാണ് തേനീച്ചകളുടെ. ഇതിൽ 3 ടൈപ്പാണ് തേനീച്ചക്കൂട്ട് ഉണ്ടാവുക. ഇത് മെയിൽ ബീസ് ആണ്, ആൺതേനീച്ചകളാണ്. അവരെ നമ്മൾ വിളിക്കുക ലേസി ബീസ്, മടി നേച്ചർ എന്നാണ്. ഇത് ഫീമെയിലാണ്. എല്ലാ ജോലിയും ചെയ്യുന്ന ആളുകൾ ഇവരായിരിക്കും. അതാണ് ക്യൂൻ ബി, റാണിയാണ്. തേനീച്ചക്കൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ റാണിയാണ്. കാരണം റാണി എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ആ കൂട്ടിൽ റാണിക്ക് മാത്രമാണ് ഉണ്ടാവുക. ഒരു കൂട്ടിൽ ഏകദേശം ആയിരക്കണക്കിന് തേനീക്കൂട്ടിൽ റാണിയായിട്ട് ആരും ജനിക്കുന്നില്ല. ജനിച്ചതിന് ശേഷം അവൾ ഒരു പ്രത്യേകമായ ഭക്ഷണം കഴിക്കും, എന്നിട്ട് അവൾ റാണിയാക്കി മാറ്റപ്പെടും. എല്ലാ തേനീച്ചകൾക്കും അവർ കൊടുക്കുന്ന ഭക്ഷണം ബീബ്രിട്ട് എന്ന് പറയുന്നൊരു ഭക്ഷണമാണ്. തേനും പൂമ്പൊടിയും മിക്സ് ചെയ്ത സാധാരണ ഭക്ഷണം. പക്ഷേ റാണിയാക്കാൻ വേണ്ടി അവർ മാറ്റി വെച്ച ലാർവയ്ക്ക് അവർ കൊടുക്കുന്ന ഭക്ഷണം റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡാണ്. ഈ റോയൽ ജെല്ലി കഴിച്ച് 8 മുതൽ 15 ദിവസം കൊണ്ട് അവൾ റാണിയാക്കി മാറ്റപ്പെടുകയാണ് ചെയ്യുക. റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളും ഇവർ തന്നെയാണ്, പെൺതേനീച്ചകളാണ്. അവർ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് 20 ഡേയ്സ് അവരുടെ ബ്രെയിനകത്തുള്ള ഗ്രന്ഥികളിൽ നിന്ന് ഒരുതരം മിൽക്ക് ഊറി വരും. ആ ഊറി വരുന്ന മിൽക്ക് അവരുടെ തൊണ്ടകളിൽ സ്റ്റോർ ആകും. ഇതിനെയാണ് നമ്മൾ റോയൽ ജെല്ലി എന്ന് പറയുക. ഇതവർ റാണിക്ക് കൊടുക്കും. റാണി സെല്ലുകൾ ഡെപ്പോസിറ്റ് ചെയ്യും, റാണി ഇത് കഴിക്കും. അങ്ങനെ അവൾ 15 ദിവസം കൊണ്ട് റാണിയാക്കി മാറ്റപ്പെടും. റാണിയാക്കി മാറ്റപ്പെട്ടാൽ പിന്നെ അവൾ ഡബിൾ സൈസ്, നല്ല വലുപ്പം ഉണ്ടാകും, നല്ല ഭംഗി ഉണ്ടാകും. 5 വർഷം വരെ റാണിയെ സംബന്ധിച്ച് ആയുസ്സും ഉണ്ടാകും.
പക്ഷെ നോർമലായിട്ടുള്ള എല്ലാ തേനീച്ചകളുടെയും ആയുസ് 3 മുതൽ 4 മാസം വരെയുള്ളൂ. 120 ദിവസം ജീവിച്ചിരിക്കുമ്പോൾ റാണി മാത്രം 5 വർഷം ജീവിക്കുന്നുള്ളൂ. 5 വർഷം ആ ഒരു ജനറേഷൻ റാണി ബിൽഡ് ചെയ്യും. അതുപോലെ തന്നെ ഇത് അവരുടെ മേറ്റിംഗ് പീസറാണ്. റാണി ആൺതേനീച്ചകളുമായിട്ട് മേറ്റ് ചെയ്യും. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ആൺതേനീച്ചകളൊക്കെ ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ തേനീച്ചക്കൂട്ടിൽ രാജാവ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ കാരണമൊക്കെ അതുകൊണ്ടാണ്. അതുപോലെ ഇതാണ് അവരുടെ ഹെഡിൻ്റെ സ്ട്രക്ചറാണ്. തേനീച്ചകൾക്ക് മൊത്തത്തിൽ 5 കണ്ണുകളാണ്. 2 വലിയ കോമ്പൗണ്ട് ഐസ് ആണ്, അതിനിടയിൽ 3 ചെറിയ സിമ്പിൾ ഐസ് ആണ്. ഈ 5 കണ്ണുകളിലായിട്ട് ഇവർക്ക് ഏകദേശം 1000കണക്കിന് ലെൻസുകളുണ്ട്. 360 ഡിഗ്രിയിൽ സെൻസിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ തേനീച്ചക്കൂട്ടിൽ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലിനെ വളരെ കൃത്യമായി സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കല്ല് വരുന്ന സ്ഥലവും വരുന്ന ആളൊക്കെ അവർ പെട്ടെന്ന് മനസ്സിലാക്കും. പെട്ടെന്ന് നമ്മൾ അതുകൊണ്ടാണ് ഈ തേനീച്ചക്കൂട്ടിനെ ആക്രമിച്ചിട്ട് ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതിൻ്റെ കാരണമൊക്കെ അതുകൊണ്ടാണ്. അവർ നമ്മളുടെ പുറകെ അവർ വരുമെന്നുള്ളതാണ്. അത്രയും സെൻസിങ് കപ്പാസിറ്റി ഉണ്ട്. അത് അങ്ങനെ ഈ കണ്ണുകൾക്കും ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, തേനീച്ചൻ്റെ മെഴുകാണ്. തേനീച്ചകൾ അവരുടെ ഹൈവ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്യുന്നത് ഈ മെഴുക് വെച്ചിട്ടാണ്. ഇത് നമ്മൾ കൂട് ഹീറ്റ് ചെയ്യുന്ന ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഈ മെഴുക് ഉരുകിയിട്ട് കിട്ടും. ഇത് ഒറിജിനൽ മെഴുകാണ്. നമുക്ക് ഈ മെഴുക് ലിപ് ബാമായിട്ടൊക്കെ ഉപയോഗിക്കാം, ചുണ്ടുപൊട്ടുന്നതിനൊക്കെ. കാല് വിള്ളലിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഡ്രൈ സ്കിന്ന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് തേനീച്ചയുടെ മെഴുക് നമ്മൾ ഉപയോഗിക്കാം. സബോളിൽ വാസ്ലൈൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് തേനീച്ചയുടെ മെഴുക്. ഇതിങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല, നമ്മളിത് പ്രോസസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതാണ് വൈറ്റ് ഹണിയാണ്. നമ്മൾ ഹിമാചലിലെ കടുക് തോട്ടങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. കടുകിൻ്റെ പൂക്കളിലെ തേൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം തേനീച്ചകൾ എപ്പോഴും ഒരേ സമയം ഒരേ ടൈപ്പ് പൂക്കളിൽ നിന്ന് തേൻ എടുക്കുക. 2 ടൈപ്പ് പൂക്കളിൽ നിന്ന് ഒരേ സമയം എടുക്കില്ല. കാരണം ഇവരുടെ കൂട്ടത്തിൽ ടെസ്റ്റർ ബി ഉണ്ട്. അവൾ കാണിച്ചു കൊടുക്കുന്ന പൂക്കളിലെ തേൻ മാത്രമേ അവർ എടുക്കുകയുള്ളൂ, ബാക്കിയുള്ളവർ. അതുകൊണ്ടാണ് നമുക്ക് വെറൈറ്റി ഹണികൾ കളക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഈ മസ്റ്റാർഡ് ഹണി കളക്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ അവിടുത്തെ -ഡിഗ്രി എന്നാണ് ഹിമാചലിൽ. അതുകൊണ്ടാണ് വൈറ്റ് കളറിൽ ക്രീമായിട്ട് കിട്ടുന്നത്. ഇതൊക്കെ ഓരോ കളർ ഡിഫറൻസ് ആണ് തേനിൻ്റെ. ഇത് 1 ഇയർ ബാക്കാണ്, 1 വർഷം മുമ്പുള്ള തേനാണ്. പക്ഷേ സെയിം ഹണിയാണ് ഈ ലാസ്റ്റ് കാണുന്നത്. പക്ഷേ അത് 10 വർഷം പഴക്കമുണ്ട്. അതായത് പഴക്കം ചെല്ലുന്തോറും ഇതിൻ്റെ കളർ ചേഞ്ച് ആവും, കറുത്ത കളറിലേക്ക്. അത് മെഡിസിൻ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. തേൻ പഴകും തോറും അതിൻ്റെ മെഡിസിൻ വാല്യൂ കൂടും എന്നുള്ളതാണ്. പ്രോസസ്ഡ് ഹണിയാകുമ്പോൾ നമുക്ക് ഒരിക്കലും കേടാവില്ല. ഇതാണ് സ്റ്റിങ്ലെസ് ചെറുതേൻ. ഏറ്റവും കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ള തേനാണ്. ഇത് ശരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത് തുമ്പ, തുളസി പോലെയുള്ള ചെടികളിൽ നിന്ന് ഉറുമ്പിൻ്റെ വലുപ്പമുള്ള ചെറിയ തേനീച്ച അവർ കളക്ട് ചെയ്യുന്നതാണ്. ഇത് കിട്ടാനൊക്കെ വളരെ റിസ്ക്കാണ്. റെയറായിട്ട് കിട്ടുന്നൊരു ഹണിയാണ്. 1 വർഷം ഒരു കൂട്ടുന്ന 250 ഗ്രാമൊക്കെ നമുക്കിത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മെഡിസിൻ വാല്യൂ ഹൈ ആയതുകൊണ്ടും കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഏറ്റവും വില കൂടുതൽ എപ്പോഴും ചെറുതാനായിരിക്കും. മെഡിസിനൽ പർപ്പസിന് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുള്ളൂ. നമുക്ക് വേറെ ഈ വെയിറ്റ് ലോസ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെറുതാനൊന്നും യൂസ് ചെയ്യില്ല. അതിനൊക്കെ വൻതേനുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതാണ് ഹണി ക്രിസ്റ്റലൈസേഷനാണ്. തേൻ കട്ട പിടിക്കുന്ന രൂപ. തേൻ എപ്പോഴും ക്രിസ്റ്റൽ ഫോമിലേക്ക് വരും. അതിന് ക്രിസ്റ്റൽ ടെൻഡൻസിൻ്റെ അതിൻ്റെ നേച്ചറാണ്, സ്വഭാവമാണത്. നമുക്ക് ഇത് ഇതേപോലെ കഴിക്കാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ വെയിലത്ത് വെച്ച് മെൽറ്റ് ചെയ്യാം, വെള്ളം ചൂടാക്കി അതിൽ ഇറക്കി വെച്ച് ഡബിൾ ബോയിലിംഗ് ചെയ്യാം. ഒറിജിനൽ ഹണി ഇങ്ങനെയൊക്കെ ചെയ്താൽ പഴയതുപോലെ ലിക്വിഡ് ഫോമിലേക്ക് വരും. വയനാട്ടിലേക്ക് ഇനിയുള്ള 2 മാസം നമുക്ക് ലിക്വിഡ് ഫോമിൽ ഹണി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ക്രിസ്റ്റൽ ഫോമിലായിരിക്കും. കാരണം നല്ല തണുപ്പാണ് ഇവിടെ വരാൻ പോകുന്നത്. ഈ ക്രിസ്റ്റലൈസേഷൻ ഒരുപാട് കാരണങ്ങളുമുണ്ട്. തേനിനകത്തുള്ള FG റേഷ്യോ, റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി താഴേക്ക് വന്ന് ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പേര് കാൾവൻ ഫിഷ് എന്നാണ്. ഓസ്ട്രിയൻ സയൻറ്റിസ്റ്റാണ്. നന്നായിട്ട് ഗ്രോത്ത് ചെയ്യിക്കും. അതുപോലെ നമ്മളുടെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരിക്കും ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ട്യൂമർ കൂടിയാണ്. ക്യാൻസർ സെല്ലുകളെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. പലരും പല കാര്യങ്ങൾക്കാണ് ഇത് കഴിക്കാന്നുള്ളതാണ്. നമ്മളിത് സജസ്റ്റ് ചെയ്യാത്ത 2 ആളുകൾക്കാണ്. ഒന്ന് കുട്ടികൾക്കാണ്, പിന്നെ ഒന്ന് ആസ്മ പേഷ്യൻസിനാണ്. കാരണം ഹോർമോൺ വളർച്ച കൂട്ടുന്നൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ബിവാക്സ് ഇപ്പോൾ നമ്മളവിടെ കണ്ടതാണ്. പ്രൊപ്പോളിസ് ബി തേനീച്ചയുടെ പശയാണ് അവർ കൂടിൻ്റെ ഹോളൊക്കെ അടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പിറ്റോക്സിൻ ഒരു ട്രീറ്റ്മെൻറ്റാണ്. തേനീച്ചനെ കൊണ്ട് ബൈറ്റ് ചെയ്യിപ്പിച്ച കുത്തിച്ചൊരു ചികിത്സാ രീതിയുണ്ട്. തേനീച്ചയുടേത് വിഷമാണെങ്കിലും നമ്മളുടെ ബോഡിക്ക് അത് ഗുണമാണ് ചെയ്യുക. കാരണം തേനീച്ചയുടെ കുത്തി ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ സ്പീഡാവും. അങ്ങനെയുണ്ട്. സ്ഥിരമായിട്ട് തേനീച്ച കുത്തുന്ന ആളുകളുടെ ബോഡിയിൽ ആൻറ്റിവെനം പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുക. പാമ്പ് കടിയേറ്റാൽ പെട്ടെന്ന് വിഷമൊന്നും അവർക്ക് ഏൽക്കില്ല എന്നുള്ളത്. ഈ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇത് അറിയുന്ന ആളുകളെ കൊണ്ട് ഇത് ചെയ്യിക്കാവും.
അറിയാത്ത ആളുകൾ ചെയ്താൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കും. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ചികിത്സ കൂടിയാണ്. പക്ഷേ വെരിക്കോസ് വെയിന്, നമ്മളുടെ ബോഡിയിലെ വിട്ടുമാറാത്ത വേദനകൾ, ബാക്ക് പെയിൻ പോലുള്ള സംഭവം, ഇതിനൊക്കെ ഏറ്റവും നല്ല ചികിത്സയാണ്. കണ്ടില്ലേ, ഈ ടാങ്കുകളെല്ലാം തേനുകൾ ശേഖരിച്ചാണ് വെച്ചിരിക്കുന്നവർ. ഇവിടെ എല്ലാ ബോട്ടിലും ശുദ്ധമായ തേനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ വില കുറച്ച് തേന് വാങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ എത്രയാണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് അവരുടെ തന്നെ ചോദിക്കാം. ഹണി ചോക്ലേറ്റ് ഇസ് ദർ. നമുക്ക് ഒരുപാട് വെറൈറ്റി ഹണികളുണ്ട്. അതിൽ ഏറ്റവും ക്വാളിറ്റി വൈസ് നമ്പർ 1 ആയിട്ടുള്ള ഹണി ഇതാണ്. സിദർ ഹണിയാണിത്. സിദർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ തന്നെ കിട്ടുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ്. നമ്മളിത് കളക്ട് ചെയ്യുന്നത് കാശ്മീരാണ്. കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് ജോജുപ്പ, എളന്തപ്പഴം എന്ന് പറയുന്ന പഴം പൂക്കുന്ന സമയത്ത് ആ പൂക്കളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന ഒരു ഹണിയാണ്. തേനിനകത്തുള്ള ഒരു നെഗറ്റീവ് കണ്ടൻറ്റാണ് സൂക്രോസ്. ആ സൂക്രോസിൻ്റെ അളവ് ഏറ്റവും കുറവുള്ള തേനാണ് ഈ സിദർ ഹണി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പ്രീമിയം ക്വാളിറ്റി ആവുന്നത്. ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തേനാണ്. അതുപോലെ ഈ പ്രഗ്നൻസി ലേഡീസൊക്കെ സിദർ ഹണി മാത്രമാണ് കഴിക്കേണ്ടത്. യൂറിൻ ഇൻഫെക്ഷൻ നല്ല മെഡിസിനൊക്കെയാണ്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, കാട്ടുതേൻ. നമ്മൾ മലന്തേൻ, പെരുന്തേൻ എന്നൊക്കെ പറയും. ആപ്പിസ് ഡോർസാറ്റ എന്ന് പറയുന്ന സ്പീഷീസിൻ്റെ തേനാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. പക്ഷേ നമ്മൾ പൊതുവിൽ വെയിറ്റ് ലോസ് പോലെയുള്ള പർപ്പസിനൊക്കെ നമ്മൾ ഈ തേനാണ് യൂസ് ചെയ്യുക. വലിയ കാടുകളിലൊക്കെ ഉണ്ടാവുക. വലിയ കാടുകൾ, വലിയ മലമുകളിൽ, വലിയ മൺപുറ്റികളിൽ, വലിയ ബിൽഡിങ്ങിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ സിംഗിൾ ലെയറായിട്ട് കൂട്ടുന്ന വലിയ സ്പീഷീസാണ്. ഇത് വയനാടനാണ്. സെറാന ഇൻഡിക്ക എന്ന് പറയുന്ന നോർമൽ സ്പീഷീസിൻ്റെ ഹണിയാണ്. നമ്മൾ സാധാരണ പുറത്തൊക്കെ കാണുന്ന തേനീച്ചകൾ. നോർമലായിട്ട് നമ്മുടെ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹണിയാണ് ഈ വയനാട്. നമ്മൾ അകത്ത് കണ്ട കടുക് തേൻ, മസ്റ്റാർഡ് ഹണി, വൈറ്റ് ഹണി ഇതാണ്. അകത്ത് കണ്ട നമ്മൾ റോ ഹണിയാണ്. ഇത് പ്രോസസ്സിങ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അല്ല, ഇതൊക്കെ വൻതേനാവില്ല. കാരണം ചെറുതേൻ ഒന്ന് ഭയങ്കര കോസ്റ്റ്ലിയാണ്, കിട്ടാനും വളരെ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ സാമ്പിൾ കൊടുക്കാറില്ല. ഇത് അജ്വൈനാണ്, അയമോദകം. നമ്മൾ കളക്ട് ചെയ്യുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ അയമോദകത്തിൻ്റെ തോട്ടങ്ങളിൽ നിന്ന് ബോക്സ് വെച്ചെടുക്കും. അയമോദകത്തിൻ്റെ പൂക്കളിലെ തേൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അയമോദകത്തിൻ്റെ ടേസ്റ്റും അയമോദകത്തിൻ്റെ ഗുണങ്ങളൊക്കെ തേനുണ്ടാവും. വയറ് സംബന്ധമായ ഇഷ്യൂസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ, ഡൈജഷൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. പിന്നെ വരുന്നത് ലിച്ചിയാണ്. ലിച്ചി നമ്മൾ കളക്ട് ചെയ്യുന്നത് ബീഹാറാണ്. ബീഹാറിലെ ലിച്ചി തോട്ടങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. ലിച്ചിയുടെ ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഈ തേൻ നമ്മൾ ബ്യൂട്ടി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഹണിയാണ്. ഹണി മാസ്ക് ആയിട്ട്, ഹണി ഫേസ് വാഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തേനാണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല, ഈ ഡെഡായി കിടക്കുന്ന സ്കിന്നിൻ്റെ സെൽസുകൾ റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ലിച്ചി ഹണി വളരെ നല്ലതാണ്. ലാസ്റ്റ് വൺ കരഞ്ചാണ്. കരഞ്ചി ഹണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉങ്ങുമരം എന്ന് പറയും. ഉങ്ങുമരം പൂക്കുന്ന സമയത്ത് ആ പൂക്കളിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ശരിക്കും ഇതും നമ്മൾ ഏകദേശം സ്കിൻ അലർജികൾക്കൊക്കെയാണ് യൂസ് ചെയ്യുക. കഴിക്കുന്നത് നമ്മളുടെ സ്കിൻ അലർജികൾക്ക് നല്ലതാണ്. ആയുർവേദത്തിൽ കരഞ്ചി ഓയിലുണ്ട്. അത് നമ്മൾ ഈ സോറിയാസിസ് പോലെയുള്ള സ്കിൻ അലർജികൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ആ ഒരു ഗുണങ്ങളായിരിക്കും ഈ തേനുണ്ടാവുക. ഇതാണ് ബീവാക്സ്, തേനീച്ചയുടെ മെഴുക്. നമ്മൾ അകത്ത് കണ്ട മെഴുക് നമ്മൾ പ്രോസസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കും. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്ന് ലാവൻഡറാണ്, പിന്നൊന്ന് പുൽത്തൈലം, ലെമൺ ഗ്രാസും ഇല്ല. ഇത് ലിപ് ബാമായിട്ട് ഉപയോഗിക്കാം. കാല് വിള്ളൽ, ഡ്രൈ സ്കിൻ. എങ്ങനെ കോസ്റ്റ്? ഇത് 50 ഗ്രാമാണ്. 50 ഗ്രാമിന് 240 രൂപ വരും. 100 ഗ്രാമിന് 450 രൂപ. ഇത് ഒന്ന് പ്രത്യേകത നാച്ചുറലാണ്. നമുക്ക് എത്ര ചെറിയ കുട്ടികൾക്കും തേച്ച് കൊടുക്കാം. കാലുകളിൽ ഡ്രൈ സ്കിന്നൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ ബ്ലാക്ക് സ്പോട്ട്, കറുത്ത പാടുകൾ റിമൂവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. സൺക്രീമായിട്ടൊക്കെ ഇത് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ റോയൽ ജെല്ലി അവിടെയാണ് കാണിച്ചത്. തേനീച്ചയുടെ ഭക്ഷണമാണ്. ഒരു സാധാരണ പെൺതേനീച്ചയെ റാണിയാക്കി മാറ്റുന്ന ഭക്ഷണം. ഇത് ശരിക്കും നമ്മൾ കഴിക്കുക 20 ഗ്രാം ഇതൊന്ന് എടുക്കാം. 20 ഗ്രാം എടുത്തിട്ട് 300 ഗ്രാം പ്രീമിയം ഹണിയിലേക്ക് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 320 ഗ്രാം ഉണ്ടാവും. ഡെയിലി 10 ഗ്രാം വെച്ചാണ് നമ്മളിത് കഴിക്കുക. ആളുകൾ ചോദിക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഹണി ഷാമ്പൂ ഉണ്ട്, ഹണി ഫേസ് വാഷ് ഉണ്ട്, ഹണി ചോക്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ ഹണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ഹണി കോംബ്, ഇത് ഹണി കോംബാണ്. തേൻ്റെ അടയാണ്. നമുക്ക് ഇതേപോലെ എടുത്ത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ലിച്ചി ഹണിയിൽ ചെയ്യുന്നതാണ് നമ്മളിത്. ഈ ഹൈവ് നമ്മൾ ക്ലീൻ ചെയ്ത് അതേപോലെ കട്ട് ചെയ്തതിലേക്ക് ഇറക്കി വെക്കുന്നതാണ്. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത എല്ലാ ഹണികളും നമുക്ക് റാക്കിൽ അവൈലബിൾ ആണ്. ബീവാക്സ് ഇതാണ് നമ്മുടെ ബീവാക്സ് എന്ന് പറയുന്നത്.
പിന്നെ തൊട്ടപ്പുറത്ത് നമുക്കൊരു സ്പൈസസ് കൗണ്ടർ ഉണ്ട്. നമുക്ക് നല്ല ക്വാളിറ്റിയിലാണ് എല്ലാം. നമുക്ക് സ്പൈസസ് കൗണ്ടറിലാണ് നമ്മൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആ സൈഡിലായിട്ടുണ്ട്. എന്ന് പറയുന്നത് ഡാൻസിങ് ആണ്, ഡാൻസിങ് ലാംഗ്വേജ് ആണ്. തേനീച്ചക്കൂട്ടിൽ 11 ഡാൻസുകളാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ആ 11 ഡാൻസുകളും 11 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. അവർ പൂക്കളിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക, പൂക്കളിലേക്കുള്ള ദൂരം എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുക, പിന്നെ വലിയ പൂന്തോട്ടാണോ ചെറിയ പൂന്തോട്ടാണോ, എന്ത് ഇനം പൂവാണ്, ഏത് തരം തേനാണ്, ഇതൊക്കെ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡാൻസിങ്ങിലൂടെയാണ്. 1973 ഇദ്ദേഹത്തിന് അതിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആള് മരിച്ചുപോയി, പക്ഷേ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബേക്കിൽ കാണുന്നതൊക്കെ അവരുടെ ഡാൻസിങ് പിക്ചേഴ്സാണ്. അവരെപ്പോഴും ഡാൻസ് ചെയ്യുമ്പം സൂര്യനിലേക്ക് അഭിമുഖമായിട്ട് നിൽക്കും, പൂക്കളിലേക്ക് തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് ചെയ്യുന്ന ഡാൻസിന് നമ്മൾ വാഗൽ ഡാൻസ് എന്ന് പറയും. ഇത് 8 ആണ്, 8 ആകൃതിയിൽ ചെയ്ത ഡാൻസാണ്, 8 ഡാൻസാണ്. കൂടിൻ്റെ തൊട്ടടുത്താണ് പൂക്കളെങ്കിൽ അവർ 8 ഷേപ്പിലാണ് ഡാൻസ് ചെയ്യുന്നത്. ഇത് റൗണ്ടാണ്. റൗണ്ട് ഡാൻസ് അവർ സോഴ്സ് കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് വലിയ പൂന്തോട്ടാണോ ചെറിയ പൂന്തോട്ടാണെന്നോ കാണിച്ചു കൊടുക്കുന്ന ഡാൻസാണ് റൗണ്ട് ഡാൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 11ഓളം ഡാൻസുകൾ നിലവിൽ തേനീച്ചക്കൂട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂമാണ്. ആ കോസ്റ്റ്യൂം നമ്മൾ 2 കാര്യങ്ങൾക്കായി യൂസ് ചെയ്യാം. ഒന്ന് നമ്മളുടെ സേഫ്റ്റിയാണ്, പിന്നൊന്ന് തേനീച്ചകളുടെ സേഫ്റ്റിയാണ്. തേനീച്ചകൾ നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അവരപ്പം തന്നെ ചത്തുപോകും, അങ്ങനെയുണ്ട്. കാരണം അവരുടെ സ്റ്റിങ് നെർവസ് സിസ്റ്റവുമായി കണക്റ്റഡ് ആണ്. അവരുടെ സ്റ്റിങ് ഒരു കുളത്ത് പോലെയാണ്. നമ്മളെ ബോഡിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വലിച്ച് അവർക്ക് കിട്ടില്ല. അപ്പോൾ അവർ ശക്തിയായിട്ട് വലിക്കും, അവരുടെ നെർവസ് സിസ്റ്റം പൊട്ടിയിട്ട് അവർ ചത്തു വലിച്ച് ചെയ്യും. ഇപ്പോൾ കർഷകർ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നൊരു കോസ്റ്റ്യൂമാണ്. പിന്നെ ഇതെല്ലാം തേനീച്ചകളുടെ ബൈ പ്രോഡക്റ്റുകളാണ്. തേനീച്ചക്കൂട്ടിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും. ഹണി ഉണ്ടാവും, ഹണി കോമ്പ്, തേൻ്റെ അടയുണ്ട്, ബീപ്പോളൻ പൂമ്പൊടിയുണ്ട്. ഇത് റോയൽ ജെല്ലിയാണ്, റാണി തേനീച്ചയുടെ ഭക്ഷണം. ഇത് ഒരു സൂപ്പർ ഫുഡായിട്ട് ഒരുപാട് ആളുകൾ ലോകത്ത് കഴിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് റോയൽ ജെല്ലി. ഇത് ശരിക്കും നമ്മൾ കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആൻറ്റി ഏജിങ് ആണ്. നമുക്ക് നിത്യ യൗവനം നൽകാൻ കഴിവുള്ളൊരു പ്രോഡക്റ്റാണ്. നമ്മളിത് റെഗുലറായിട്ട് കഴിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് കഴിക്കുന്ന